നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ആനയ്ക്കും പുലിക്കും പിന്നാലെ നാടിറങ്ങി കാട്ടുപന്നികളും. ആലപ്പുഴ മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി സൈക്കിൾ യാത്രക്കാർക്ക് പരുക്ക്. കോഴിക്കോട് നരിക്കുനിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴക്കി. പുനലൂരിൽ വീണ്ടും പുലിയുടെ ആക്രമണം. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് വീണ്ടും വില്ലനായി തിര. പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. തകർന്നത് ശക്തമായ തിരയൽ. തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ വീണ്ടും അപകടം. JCB ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അപകടം JCB പിന്നോട്ട് എടുക്കുമ്പോൾ. മലപ്പുറം മരീക്കോട്ടെ സെവൻസ് ഫുട്ബോൾ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസ് അനുമതിയില്ലാത്ത കരിമരുന്ന് പ്രയോഗത്തിനും പടക്കം പൊട്ടിച്ചതിനും. പരുക്കേറ്റത് 40ഓളം പേർക്ക്. പെരുന്നാട് കൊലപാതകത്തിൽ CPM ഹർത്താൽ പുരോഗമിക്കുന്നു. മരിച്ച ജിതിന് അന്ത്യാഞ്ജലി അർപ്പിച്ച നേതാക്കൾ. RSS കൊലക്കത്തി താഴെ വയ്ക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി. വാർത്തകൾ വിശദമായി. കൊല്ലം പുനലൂരിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പുന്നല ചെമ്പ്രാമൺ സ്വദേശി സുഭദ്രയുടെ തൊഴുത്തിലെ കെട്ടിയിരുന്ന പോത്തിനെയാണ് പുലി ആക്രമിച്ചത്. 2 ദിവസം മുൻപ് പുലി പശുവിനെ ആക്രമിച്ചിരുന്നു. എന്ന് പറയുന്ന വില്ലേജിൽ തോങ്കോട് പ്രദേശത്ത് ഇവിടെ ഒരു പോത്തിനെ. മനോജ് അപ്പുക്കുട്ടനുണ്ട് വിവരങ്ങളുമായി. മനോജ്, തൊഴുത്തിലുള്ള പശുവിനെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ജനവാസ മേഖലയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം രാത്രിയിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലി ആക്രമിച്ചത്. പത്തനാപുരം താലൂക്കിലെ പുന്നല സ്റ്റേഷൻ പരിധിയിൽ ചെമ്പ്രാമൺ കോങ്കാട്ട് വീട്ടിൽ സുഭദ്രയുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലി ആക്രമിച്ചത്. ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. രാത്രിയിൽ പോത്ത് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ട് വീട്ടുകാരെടുത്ത് നോക്കുമ്പോൾ പുലി പോത്തിന്റെ കഴുത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് കണ്ടത്. അടിച്ചും വിരട്ടിയും പുലിയെ അവർ ഓടിച്ചു വിടുകയായിരുന്നു. കടശ്ശേരിയിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെ 2 ദിവസം മുമ്പ് 80% ഭക്ഷിച്ച നിലയിൽ കാണപ്പെട്ടു. അത് കടുവയുടെ സാന്നിധ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വളർത്തു മൃഗങ്ങളെയും നായയെ ഉൾപ്പെടെ പുലി പിടിക്കുന്നത് നേരിൽ പ്രദേശവാസികൾ കണ്ടിട്ടുണ്ട്. എന്നാലും വനം വകുപ്പ് ഇത് വള്ളിപ്പൂച്ച ഇനത്തിൽപ്പെട്ട ജീവികളാണെന്ന് പറഞ്ഞ് ഒഴിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വേണ്ട വിധത്തിലുള്ള ഒരു അന്വേഷണം ഇവിടെ ഉണ്ടാകുന്നില്ല. പ്രദേശത്ത് തീറ്റ തേടി കടുവ, പുലി, ആന, കരടി, പന്നി, കുരങ്ങ് എന്നീ ജീവികൾ ഇറങ്ങുമ്പോൾ മനുഷ്യന്റെ സ്വൈര്യ ജീവിതം തകരുകയാണ്. രാവിലെ കുട്ടികൾക്ക് നടന്ന് സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നവരും ഈ വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് കഴിയുന്നത്. കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും കൂടുൾപ്പെടെ CC ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ച് ഇവയെ നിരീക്ഷിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഒരനങ്ങാപ്പാറ നയമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. വനംവകുപ്പിന്റെ നിലപാട് ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഇല്ല, കൊല്ലം പുനലൂരിലാണ് വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായത്. തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെയാണ് പുലി ആക്രമിച്ച് കൊന്നത്. 2 ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് പുലി പശുവിനെ ആക്രമിച്ചിരുന്നു. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി സൈക്കിൾ യാത്രക്കാർക്ക് പരുക്കേറ്റു. കുട്ടമ്പേരൂർ സ്വദേശി രാജേഷ്, മകൻ അജയ് കൃഷ്ണൻ എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇന്നലെ വൈകിട്ടാണ് സംഭവമുണ്ടായത്. പരുക്കേറ്റവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് വീയപുരത്തും കാട്ടുപന്നി ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം കായംകുളത്തും കാട്ടുപന്നി കൃഷിയിടത്തിൽ എത്തിയിരുന്നു. കോഴിക്കോട് നരിക്കുനിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴക്കി. വീടിന്റെ വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന പലങ്ങാട് സ്വദേശി സലീമിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത്. ഇത് കണ്ട സലീം പെട്ടെന്ന് വീടിനുള്ളിലേക്ക് തന്നെ മാറിയതിനാലാണ് വൻ അപകടം ഒഴിവായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവമുണ്ടായത്.
ആഴമുള്ളതാണെന്നും ദീർഘകാലം ചികിത്സ വേണ്ടിവരുമെന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി ന്യൂസ് 18നോട്. ദൌത്യത്തിനിടെ ഏഴാറ്റുമുഖം ഗണപതി മുറിവേറ്റ ആനയ്ക്കൊപ്പം ചേർന്നത് ആശങ്കയുണ്ടാക്കി. ആനയെ തിരിച്ച് കാട്ടിലേക്ക് വിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും DFO. അതിരപ്പള്ളിയുടെ ആന ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു, കോടനാട്ട എത്തിച്ചിരിക്കുന്നു. നമുക്കൊപ്പം DFO ലക്ഷ്മി കൂടി ചേരുന്നു. എങ്ങനെയാണ് ദൗത്യം? പൂർണ്ണ സംതൃപ്തി? പൂർണ്ണ സംതൃപ്തിയാണ്. നമ്മൾ ഏറ്റെടുത്ത ദൗത്യം അത് വിജയകരമായി പൂർത്തീകരിച്ച് കോടനാടേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടിരുന്നോ? ഒന്നുമില്ല, കാരണം നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പിന്നെ ഡോക്ടേഴ്സിന്റെ ടീം അതാ ഒരു ദൈവത്തിന്റെ കടാക്ഷത്താൽ നമുക്കെല്ലാം തടസ്സമില്ലാതെയും പിന്നെ നമ്മുടെ ഓഫീസർമാരുടെ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കോടനാടിൽ എത്തിക്കാൻ സാധിച്ചു. ഇടയ്ക്ക് വെച്ച് മറ്റൊരു കൊമ്പം കൂടി വന്നു ചേർന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായിരുന്നു. അതാരും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. ഏഴാറ്റുമുഖം ഗണപതി വന്ന് ഈ ആനയെ ഒരു സപ്പോർട്ട് കൊടുത്തതായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് അവനെ തുമ്പി വിട്ടപ്പോഴത്തേക്കാണ് ആന ആ സെഡേഷനിലേക്ക് മയങ്ങി വീണത്. കുറച്ച് വൈകാരികമായിരുന്നു. അതെ 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 നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തമായി പോയി അത്. ഇനിയിപ്പോൾ ഈ പരിസരവാസികൾ അത് നാട്ടിലേക്ക് തിരിച്ച് അയക്കുക അല്ലെങ്കിൽ കാട്ടിലേക്ക് തിരിച്ചയക്കുക ചികിത്സയ്ക്ക് ശേഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? ഒരു ആശങ്കയുണ്ടോ അവർക്ക്? ഇല്ല, ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചികിത്സിക്കണം എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ ആനയെ പിടിച്ചത്. അപ്പോൾ അത് ആ ചികിത്സ എത്രത്തോളം പോകുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷെ അത് തുടരുന്നതിനനുസരിച്ചിട്ട് പിന്നെ തീരുമാനിക്കും, ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്യുന്ന എന്താ ചികിത്സ തുടരുന്നത്? അതെ അതെ, ഇവിടെ ഡോക്ടറുണ്ട് അഭയാരണത്തിൽ. ആ ഡോക്ടർ ചികിത്സ തുടരുന്നതായിരിക്കും. ഏതായാലും ഒരു വലിയ ദൗത്യം മൊത്തം സംസ്ഥാനം നോക്കിയെന്നാണ്. അത് വലിയ പരീക്ഷണങ്ങളില്ലാതെ അവസാനിപ്പിക്കാൻ കഴിയും. അതെ അതെ, എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അതിന് നന്ദി. നിങ്ങളും കൂടെ മീഡിയാസും എല്ലാം നമ്മളോട് നിന്നതിന് വളരെ നന്ദി. താങ്ക് യു. ഒരു ദൗത്യം പൂർത്തീകരിച്ചതിന്റെ ഒരു സന്തോഷം ആണ് DFOയുടെ മുഖത്തുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം പൂർത്തീകരിക്കാൻ സാധിച്ചു. വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവസാനിപ്പിച്ച വളരെ കൃത്യമായിട്ട് അത് അവസാനിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നതാണ്. ഇപ്പോൾ ആനയെ ഇവിടേക്ക് എത്തിച്ചു. അതിനുശേഷമുള്ള അതിനെ കുളിപ്പിച്ച് അതിനെ വൃത്തിയാക്കുന്നു. ഒപ്പം ചികിത്സ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നതോടെ ചികിത്സ സജ്ജമാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി ഒരുക്കിയെടുക്കുക എന്നത് തന്നെയാണ്. വൈകാതെ അത്തരം ക്രമീകരണങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ കടക്കുമെന്ന് പറയുന്നു. ഇവിടെ എത്തിച്ച കൊമ്പൻ വളരെ ശാന്തനാണ്. അതിന്റെ ഒരു മയക്കത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിനെ തണുപ്പിക്കുന്നു, കുളിപ്പിച്ചെടുക്കുന്നു. അതിന്റെ മുറിവ് വളരെ വലുത് തന്നെയാണ് എന്നതാണ്. എന്തായാലും അതിന്റെ ചികിത്സയ്ക്കുള്ള നടപടികൾ കൂടി ആരംഭിച്ചിരിക്കുന്നു. കോടനാട്ടിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. നിലമ്പൂർ മയിലാടിയിൽ കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനകൾ വീടിന് മുന്നിലൂടെ നീങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. പത്തനംതിട്ട പെരുന്നാട് കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ജിതിന് അന്ത്യാഞ്ജലി അർപ്പിച്ച നേതാക്കൾ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പാർട്ടി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. RSS കൊലക്കത്തി താഴെ വെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പെരുന്നാട് CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. 2 മണിവരെയാണ് ഹർത്താൽ തുടരുക. ശശിനാരായണനുണ്ട് വിവരങ്ങളുമായി. ശശി, ഇപ്പോൾ 2 മണിവരെയാണ് ഹർത്താൽ തുടരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതില്ല, ജിതിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. നിരവധി നേതാക്കൾ CPMന്റെയും DYFIയുടെയും നേതാക്കൾ അടക്കമുള്ള ഒട്ടനവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് കോന്നി മെഡിക്കൽ കോളേജ് സൂക്ഷിച്ച മൃതദേഹം കോന്നി ടാക്സി സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം അവിടെ CPMന്റെ സംസ്ഥാന നേതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു. അവിടെ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷമാണ് തിരുനാട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിൽ പൊതുദർശനം വെച്ച മൃതദേഹത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് തിരുനാട്ടിലെ വീട്ടിലേക്ക് ജിതിന്റെ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആളുകളുടെ നേതാക്കന്മാരുടെയും അതുപോലെ പ്രവർത്തകരും ഒക്കെ വീട്ടിലെത്തി ഇതിന് അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. എന്തായാലും 2 മണി എന്ന് പറഞ്ഞെങ്കിൽ പോലും 2:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും CPM ആരോപണം ഉന്നയിക്കുന്ന 8 പ്രതികളും BJP RSS ബന്ധമുള്ളവരാണെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൊലപാതക രാഷ്ട്രീയമാണ് ഈ RSS സംഘപരിവാർ നടത്തുന്നത്. ജില്ലയിൽ നിരവധി ആളുകൾ CPMലേക്ക് ചേരുന്നതിന്റെ വൈരാഗ്യം ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും BJP പൂർണ്ണമായി ഈ കൊലപാതകത്തെ തള്ളിപ്പറയാണ്. ഇതിനകത്ത് പ്രതികളായിട്ടുള്ള 2 പ്രതികൾ പൂർണ്ണമായും DYFIയുടെ പ്രവർത്തകരാണ്. അത് BJPയുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലേക്കാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ള പ്രതികരണമാണ് BJP നേതാക്കൾ എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും
വാദപ്രതിവാദങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൽ ഇരു ഭാഗത്തുള്ള നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട്. പരസ്പര ആരോപണങ്ങളാണ് ഈ ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇപ്പോഴും പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തിരുനാട് പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 2:30 വരെയാണ്. മൃതദേഹം സംസ്കരിച്ചതിന് ശേഷമായിരിക്കും ഹർത്താൽ അവസാനിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. ജില്ല ശശിനാരായണനാണ് വിവരങ്ങൾ നൽകി. ആലപ്പുഴ തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ വീണ്ടും അപകടമുണ്ടാവുന്നു. JCB ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തുറവൂർ സ്വദേശി പ്രവീൺ ആർ ആണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. JCB പിന്നോട്ടെടുക്കുമ്പോഴാണ് ബൈക്കിൽ ഇടിച്ചത്. മലപ്പുറം അരീക്കോട് തെരട്ടമലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനാണ് കേസെടുത്തത്. സെവൻസ് ഗ്രൗണ്ടിൽ ഇത്തരം ആഘോഷങ്ങൾ വേണമോ എന്ന ചോദ്യവും കഴിഞ്ഞ ദിവസത്തെ അപകടത്തെ തുടർന്ന് ഉയർന്നിരുന്നു. മലപ്പുറം അരീക്കോടിനടുത്ത് തെരട്ടമലിൽ നടന്ന സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെയാണ് അപകടമുണ്ടായത്. ഫൈനൽ മത്സരത്തിനായി യുണൈറ്റഡ് FC നെല്ലിക്കുത്ത്, KMG മാവൂർ എന്നീ ടീമുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുൻപായിരുന്നു കരിമരുന്ന് പ്രയോഗം. ചൈനീസ് പാക്കറ്റ് കതിരകളാണ് വെടിക്കെട്ടിന് ഉപയോഗിച്ചിരുന്നത്. പൊട്ടിക്കൊണ്ടിരിക്കെ ഈ പാക്കറ്റ് ചെരിഞ്ഞതാണ് അപകട കാരണം. ആകാശത്തേക്ക് ഉയർന്നുപോയി പൊട്ടേണ്ട കതിരകൾ കാണികൾക്കിടയിലേക്ക് വീണു. 40-ലധികം പേർക്ക് പരിക്കുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് സംഘാടകർ അറിയിച്ചിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. സെവൻസ് മൈതാനങ്ങളിലെ ഇത്തരം ആഘോഷങ്ങൾ നിയന്ത്രിക്കേണ്ടതാണെന്ന അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. സംഘാടകർ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ശക്തമായി ഉയരുന്നത്. താരതമ്യേന ചെറിയ മൈതാനങ്ങളാണ് സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഒരുക്കുക. വെടിക്കെട്ട് പോലെയുള്ള ആഘോഷങ്ങൾ മൈതാനത്തിന് അകത്ത് വെച്ച് തന്നെ നടത്തുമ്പോൾ അപകട സാധ്യത ഏറുകയാണ്. സെവൻസ് ഫുട്ബോളിന്റെ തലസ്ഥാനമായ മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് തന്നെ അരീക്കോടുണ്ടായ അപകടം ഒരു മുന്നറിയിപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. ടൂറിസം കേന്ദ്രമായ വർക്കല പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. മാസങ്ങൾക്ക് മുൻപ് അപകടത്തെ തുടർന്ന് കടലിൽ ഒഴുകിപ്പോയ ബ്രിഡ്ജാണ് പുനഃസ്ഥാപിക്കുന്നതിനിടെ വീണ്ടും തകർന്നത്. അതിശക്തമായ തിരമാലകളെ തുടർന്നാണ് സംഭവം. കഴിഞ്ഞ വർഷമാണ് പാപനാശം തീരത്ത് ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ആയിരക്കണക്കിന് സഞ്ചാരികൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കമുള്ള വിനോദങ്ങൾ ആസ്വദിക്കാൻ തീരത്തേക്ക് ഒഴുകിയെത്തി. ഇതിലൂടെ നല്ല വരുമാനവും ലഭിച്ചു. എന്നാൽ പ്രവർത്തനം തുടങ്ങി 3 മാസം പിന്നിട്ടപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ശക്തമായ തിരമാലകൾ ഉള്ള സമയത്ത് അമിതമായി സഞ്ചാരികളെ കയറ്റിയതാണ് ബ്രിഡ്ജ് തകരാൻ കാരണമായത്. കടലിൽ വീണ 20ഓളം സഞ്ചാരികളെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാനായതാണ് അന്ന് വലിയ അപകടം ഒഴിവാക്കിയത്. ഈ അപകടത്തിന് ശേഷം പാപനാശത്തുണ്ടായിരുന്ന വിനോദോപാധികളിൽ പലതും നിർത്തിവെച്ചു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാൻ ടൂറിസം വകുപ്പ് തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പാപനാശം ബലിമണ്ഡപത്തിന് സമീപത്ത് പരീക്ഷണാർത്ഥം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം ശക്തമായ തിരമാലകൾ അടിച്ച് ബ്രിഡ്ജ് തകർന്നു. ഇതോടെ കടലിന്റെയും തീരത്തിന്റെയും സ്വഭാവം പഠിച്ച് മാത്രമേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാവൂ എന്ന ആവശ്യവും ഉയരുകയാണ്. 2023 ഗവൺമെന്റിന്റെ ഒരു ഓർഡർ പ്രകാരം നഗരസഭ, വർക്കല നഗരസഭയ്ക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരറിയേണ്ട, അവരുടെ NOC വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു ഓർഡർ ഗവൺമെന്റ് പാസ്സാക്കി. അതിന്റെ മറപിടിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരു മേൽനോട്ടത്തിനോ മറ്റ് സുരക്ഷാ കാരണങ്ങളോ അവർക്ക് തോന്നിയതുപോലെ ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. അത് ഇവിടെ അവർ നല്ലതുപോലെ അവർ അത് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം തോന്നിയ പോലെ ഫീസോ ഇവിടെ ഒരു പ്രത്യേകിച്ച് ബോർഡ്, അതിന്റെ ഫീസിന്റെ നിരക്കുകളോ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളോ മറ്റ് അപകട ഭീഷണി ഉണ്ടെന്നുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒരു വാണിംഗ് ബോർഡും വെക്കാതെയും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടാനുസരണം ഫീസ് വാങ്ങി ഒരു സുരക്ഷയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അശാസ്ത്രീയമായ രീതിയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയുമുണ്ട്. ന്യൂസ് 18 വർക്കല. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങി. റവന്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി. കുളപ്പുള്ളി IPT കോളേജ് മുതൽ കൂൾ സിറ്റി ജംഗ്ഷൻ വരെ പ്രവൃത്തി പൂർത്തിയായി. 85 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം നടത്തുന്നത്.
നീള IPT റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയുള്ള കയ്യേറ്റം റോഡ് സർവേ പൂർത്തിയായതും കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടുള്ളതും റോഡിൻ്റെ പ്രവൃത്തികൾ ഏകദേശം കൽപ്പക ജംഗ്ഷൻ വരെ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. ഇനി കൽപ്പക ജംഗ്ഷൻ മുതൽ നീള വരേക്കുള്ള റോഡിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. അതിൽ സർവേ പൂർത്തീകരിച്ചു. അതിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആ കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ സ്വമേധയാ റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള കയ്യേറ്റം ഒഴിയുന്നതിന് സമ്മതിച്ചിട്ടുള്ളതുമാണ്. ആ വർക്കിനോട് ബന്ധപ്പെട്ട് ഇന്ന് കയ്യേറ്റം ഉള്ള ഭാഗത്ത് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചു കൂട്ടുകാരുടെ ഒരു കൗതുക വിശേഷം കാണാം. കച്ചവടക്കാരും ഡോക്ടറും ഒക്കെയായി എത്തിയത് കൊച്ചുകുട്ടികൾ. കായംകുളം SN ഇന്റർനാഷണൽ സ്കൂളിലെ ആനുവൽ എക്സിബിഷനാണ് വേദി. ഡോക്ടർമാർ, നഴ്സുമാർ, അധ്യാപകർ, വ്യാപാരികൾ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ സേവനമനുഷ്ഠിക്കുന്നവരായി വിദ്യാർത്ഥികൾ. കായംകുളം SN ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ ഒരുക്കിയ സ്പാർക്കിൾസ് 2K25 ആനുവൽ എക്സിബിഷനിലെ കാഴ്ചയാണിത്. ഡോക്ടറായി വേഷമണിഞ്ഞിരുന്ന കുട്ടികളുടെ മുന്നിൽ രോഗികളായും കച്ചവടക്കാരായ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളായും അധ്യാപകരെത്തിയത് വേറിട്ട അനുഭവമായി. കൂടാതെ ശാസ്ത്രബോധം കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പ്രവർത്തനങ്ങളും ഗണിത മേഖലയുമായി ബന്ധിപ്പിച്ചുള്ള പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു. ഗണിതം, ശാസ്ത്രം, ഭാഷകൾ, സാമൂഹ്യശാസ്ത്രം, കായികം എന്നിവയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ഇതിൽ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും കുറച്ച് നാളുകളായിട്ട് ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് പ്രധാനമായിട്ടും അവർക്ക് ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും ഭാഷയിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ ഒരു ഇൻഡെപ്ത് നോളേജ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ NEP സജസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികളിലോട്ട് കൊണ്ടുവരാൻ ഈ ഒരു എക്സിബിഷനിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രൊജക്ടുകളുടെ പ്രദർശനം, ഗ്രാമക്കാഴ്ചകളുടെ പ്രദർശനം, ഗ്രാമച്ചന്ത, നെയ്ത്തുകാർ, പച്ചക്കറി മത്സ്യ കച്ചവടക്കാർ, മൺപാത്ര കച്ചവടക്കാർ, കളിപ്പാട്ട കച്ചവടക്കാർ തുടങ്ങിയവരായി വേഷമിട്ടിരുന്ന കൊച്ചുകുട്ടികൾ കൗതുക കാഴ്ചയായി. MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ച് അവരുടെ കൃതികൾ, സിനിമ, ഗാനങ്ങൾ എന്നിവ കൈകോർത്തിണക്കി മലയാള വിഭാഗം അവതരിപ്പിച്ച എക്സിബിഷനും ശ്രദ്ധേയമായി. ന്യൂസ് 18 കായംകുളം. 25ാമത് ഹജ്ജ് ക്യാമ്പിനായി ഒരുങ്ങി മലപ്പുറത്തെ പൂക്കോട്ടൂർ. ഫെബ്രുവരി 22, 23 തീയതികളിൽ നടക്കുന്ന ക്യാമ്പിൽ ഹജ്ജ് കർമ്മങ്ങളുടെ പ്രായോഗിക പരിശീലനം ഉൾപ്പെടെയുണ്ടാകും. ഇക്കൊല്ലം ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും സൗജന്യമായി ക്യാമ്പിൽ പങ്കെടുക്കാം. 25ാം വർഷത്തിലേക്ക് കടക്കുകയാണ് പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ്. വീട്ടിൽ നിന്നിറങ്ങി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തും വരെയുള്ള കർമ്മങ്ങളുടെ വിശദമായ വിവരണം, പ്രായോഗിക പരിശീലനങ്ങൾ തുടങ്ങിയവയാണ് പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന്റെ പ്രത്യേകത. ഫെബ്രുവരി 22, 23 തീയതികളിൽ നടക്കുന്ന ക്യാമ്പ് സൗജന്യവുമാണ്. അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിലാണ് പഠന ക്യാമ്പ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിക്കാറ്. സാധാരണ ഹജ്ജ് ക്ലാസ് പോലെയല്ല. രാവിലെ 9 മണിക്ക് 22ാം തീയതി ഫെബ്രുവരി 22ാം തീയതി ശനിയാഴ്ച ആളുകൾ വരും. അവർ പിരിഞ്ഞു പോകുന്നത് 23ാം തീയതി വൈകിട്ട് 5 മണിക്കാണ്. ഈ സമയത്തിനിടയ്ക്ക് അവർക്ക് പകൽ സമയത്ത് ക്ലാസ് ശ്രമിക്കാനുള്ള 3000 സ്ക്വയർ ഫീറ്റുള്ള ഈ വിശാലമായ സ്ഥലത്ത് പന്തൽ പൂർണ്ണമായും ആധുനിക രീതിയിൽ ഒരുക്കി അവർക്ക് വേണ്ട ഭക്ഷണം, താമസം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും, പ്രത്യേകിച്ച് 24 hours ഇവിടെ ചായ ലഭിക്കുന്നതിനുള്ള സംവിധാനം സൗജന്യമായി ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യം ഒരുക്കി മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ 2 പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വഴി, ഇപ്പോൾ ഒന്ന് മലപ്പുറത്ത് സ്ഥിരമായി MD ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഓർക്കിഡ് ഹോസ്പിറ്റൽ, ഇവരൊക്കെ വന്നിട്ട് ഡോക്ടറുടെയും നഴ്സുമാരുടെയും സഹായം, പരിചരണം അവർക്കൂടെ ആവശ്യമെങ്കിൽ 24 hours ലഭിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. പൂക്കോട്ടൂർ PKMIC ക്യാമ്പസിലാണ് ഹജ്ജ് ക്യാമ്പ് നടക്കുക. ഫെബ്രുവരി 22 പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളും 23 ജിഫ്രി മുത്തുക്കോയ തങ്ങളും ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്യും. 23 വൈകിട്ട് പ്രമുഖ പണ്ഡിതർ അണിനിരക്കുന്ന പ്രാർത്ഥനാ സംഗമത്തോടെയാണ് ക്യാമ്പ് സമാപിക്കുക. ന്യൂസ് 18 മലപ്പുറം. ഇനി ഒരു കാലാവൂട്ടിന്റെ കാഴ്ചയിലേക്കാണ്. ഇടുക്കിയിൽ ആദിവാസി സമൂഹത്തിന്റെ വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ട് നടന്നു. മന്നാൻ സമുദായത്തിന്റെ രാജസന്നിധിയായ ഇടുക്കി കോവിൽമലയിലാണ് കാലാവൂട്ടും പാരമ്പര്യ കൂത്തും അരങ്ങേറിയത്. ഇടുക്കി കോവിൽമല മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനത്തോടെയാണ്
കാലാവൂട്ടിന് തുടക്കം കുറിച്ചത്. ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ 46 ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി. വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത്. ഇടുക്കിയിലെ കോവിൽമലയാണ് മന്നാൻ ആദിവാസി രാജാവിന്റെ ആസ്ഥാനം. തനതാചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും നിരവധി പാരമ്പര്യ കലകളുമുള്ളവരാണ് മന്നാൻ സമുദായം. കാലാവൂട്ട് ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ സന്നിധിയിലെത്തും. കാലാവൂട്ട് മഹോത്സവം എന്നുള്ളത് ഈ സമുദായത്തിന്റെ പല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആഘോഷമാണ്. വിളവെടുപ്പിന് ശേഷം നടക്കുന്ന ഈ മഹോത്സവം വിളവെടുപ്പ് മഹോത്സവമായും അറിയപ്പെടും. മന്നാൻ സമുദായത്തിന്റെ ആചാരവിശ്വാസത്തിനെ അടിയുറച്ച് വിശ്വസിച്ച് പലതരത്തിലുള്ള നേർച്ചകളും വഴിപാടുകളും സമർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം മരണാന്തരപരമായ മറ്റിതര ആചാര ചടങ്ങുകളെല്ലാം നിർവഹിക്കുന്ന പലതരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ആചാരം പുലർത്തുന്ന ഒരു മഹോത്സവമാണ് ഈ കാലാവൂട്ട് മഹോത്സവം. സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തുടങ്ങുന്ന കൂത്ത് പുലർച്ചെ വരെ നീണ്ടുനിന്നു. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. 7 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട് മഹോത്സവം നടക്കുക. കുലദേവിയായ കാഞ്ചാർ മുത്തിയമ്മ ആദിപരാശക്തിയുടെ അവതാരമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന മുത്തിയമ്മയുടെ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മന്നാൻ സമുദായത്തിന്റെ തനതായ കലാരൂപമുണ്ട്. അത് കൂത്തുപാട്ട് എന്നറിയപ്പെടും. നൃത്തം, വാദ്യോപകരണ മുഴക്കം, സംഗീതം ഇതെല്ലാം കലർന്ന ഒരു കലാരൂപമാണ്. കോവിൽമലയിൽ കൂത്ത് കാണാനും ഇവരുടെ ജീവിതം പഠന വിഷയമാക്കാനും നിരവധി ആളുകൾ എത്താറുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാസർകോട്ടെ പുകയില പാടങ്ങൾ വിസ്മൃതിയിലേക്ക്. ഉപയോഗത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതും കൃഷിയിലേക്ക് പുതുതലമുറ എത്താത്തതുമാണ് കാരണം. കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നോക്കത്ത ദൂരത്ത് നീണ്ടുകിടക്കുന്ന പുകയിലപ്പാടങ്ങൾ കാസർകോട്ടെ കാഴ്ചയായിരുന്നു. എന്നാൽ ഇനി ഈ കാഴ്ച അധികനാൾ ഉണ്ടാകില്ലെന്നാണ് ഇവിടുത്തെ പുകയില കർഷകർ പറയുന്നത്. പനയാൽ, കുണിയ, പെരിയ, കല്യോട്ട്, തന്നിത്തോട് ഭാഗങ്ങളിലെ നാമമാത്രമായ കർഷകരാണ് ചപ്പ് എന്നറിയപ്പെടുന്ന പുകയില കൃഷി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ബേക്കൽ കോട്ടയുടെ തെക്കും ഭാഗം മുതൽ ചേറ്റുകുണ്ടുവരെ കടൽ തീരത്തോട് ചേർന്നുള്ള വയലുകൾ വിശാലമായ പുകയിലപ്പാടങ്ങളായിരുന്നു. അജാനൂർ, പള്ളിക്കര, പുല്ലൂർ, പെരിയ, കോടോംബേളൂർ, പനത്തടി, ഉദുമ പഞ്ചായത്തുകളിലും കാഞ്ഞങ്ങാട് നഗരസഭയിലുമുള്ള ധാരാളം കർഷകർ പുകയില കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇവിടങ്ങളിലൊക്കെ പുകയില കൃഷി ഇന്ന് പേരിന് മാത്രമായിരിക്കുന്നു. പുതുതലമുറ കൃഷിയോട് വലിയ താൽപ്പര്യം കാണിക്കാത്തതാണ് ഒരു കാരണം. പുകയില ഉപയോഗത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കാത്തതും കർഷകരെ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കർണാടകയാണ് ഇപ്പോൾ പ്രധാന വിപണി. പുകയില കർഷകരെ സംരക്ഷിക്കാൻ ബദൽ പദ്ധതികൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ശല്യങ്ങൾ ഭയങ്കര ശല്യങ്ങളാണല്ലോ. പുഴുക്കളും കീടങ്ങളും എല്ലായിട്ട് പച്ചപ്പുഴു അത് ഭയങ്കര ശല്യം. അല്ല കംപ്ലീറ്റ് തിന്ന് വിൽപ്പന കർണാടകയിൽ കൊണ്ടുപോകുന്നവർ. ഒരു കേരളത്തിൽ നന്നാൻ പെടുന്നില്ല. കർണാടകയിലാണ് അധികം പരമ്പരാഗതമായിട്ട് തന്നെ. നവംബർ, ഡിസംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന കൃഷിയുടെ വിളവെടുപ്പ് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. പാകമായ തൈകളുടെ തല കൃത്യസമയത്ത് വെട്ടി നിർത്തണം. 90 ദിവസം കഴിയുന്നതോടെ വളർച്ചയെത്തിയാൽ മുറിച്ചെടുക്കുന്ന തൈകൾ 21 ദിവസം ഉണക്കുകയും വേണം. വെള്ളം നനയുകയോ ഈർപ്പം തട്ടുകയോ ചെയ്യാത്ത രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ തല കീഴായി കെട്ടിത്തൂക്കിയാണ് ഉണക്കിയെടുക്കുന്നത്. ഇലയെടുത്ത ശേഷം കളയുന്ന തണ്ടിനും വില ലഭിക്കും. മൂക്കിപ്പൊടി ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉണക്കിയെടുക്കുന്ന പുകയിലേക്ക് കിലോയ്ക്ക് 700 രൂപ വരെ വില ലഭിക്കും. പാരമ്പര്യമായി കൃഷി ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം കർഷകരും. ന്യൂസ് 18 കാസർഗോഡ്. എഴുത്തുകാരനും അധ്യാപകനും തിരക്കഥാകൃത്തുമായ ശ്രീവരാഹം ബാലകൃഷ്ണൻ അന്തരിച്ചു. ഇലവങ്കോട് ദേശം, സ്വാതി തിരുനാൾ, സ്നേഹപൂർവ്വം മീര, അശ്വതി എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഈടും ഭംഗിയുമാണ് ഹാൻഡെക്സിന്റെ ഊടും പാവും എന്ന പ്രശസ്തമായ പരസ്യവാചകം എഴുതിയതും ശ്രീവരാഹം ബാലകൃഷ്ണനാണ്. വിവിധ സർക്കാർ കോളേജുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. 12 വർഷത്തോളം കേരള രാജ്ഭവനിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.